വർഷക്കുട്ടി സർ, എന്താ ഇപ്പൊ ഇവിടെ കാണിച്ചു കൂട്ടിയത്? ഇത് ആര് സെലക്ട് ചെയ്ത പാട്ടാ? എന്റെ ചേട്ടൻ സെലക്ട് ചെയ്ത് തന്നതാ. ചേട്ടൻ സെലക്ട് ചെയ്ത പാട്ടാ. ഈ പാട്ടോടെ ഒന്നിക്കിൽ ചേട്ടൻ അനിയത്തിയെ എന്താ പറയാ ഒരു ഭയങ്കര ഒരു പാലസിലേക്ക് കയറ്റിവിടും, അല്ലെങ്കിൽ എരുത്തിയിലേക്ക് ഇറക്കി വിടും എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഈ പാട്ട്. ചേട്ടൻ അനിയത്തിയുടെ കാര്യത്തിൽ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു എന്നെനിക്ക് മനസ്സിലായി. കാരണം അനിയത്തി ഈ പാട്ട് ഇവിടെ തകർത്താണ് പാടിയിരിക്കുന്നത്. സൂപ്പർ. താങ്ക് യു സർ. വർഷയുടെ ടാലൻസിനെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ഒരു പാട്ടായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാധാരണ ഇങ്ങനത്തെ ഒരു ചലഞ്ചിങ് പാട്ട് എടുക്കുമ്പം ഇന്നത്തെ ട്രെൻഡിലുള്ള പാട്ടുകൾ കുറവാണ് കിട്ടാറ് ക്ലാസിക്കലി. കാരണം മൊത്തമായിട്ട് ഓൾ ഇന്ത്യയിൽ ട്രെൻഡ് മാറിപ്പോയതുകൊണ്ട് ഇങ്ങനത്തെ പാട്ടുകൾ വളരെ അപൂർവേ കിട്ടുള്ളൂ. പക്ഷെ വർഷയുടെ ഒരു കറക്റ്റ് ഒരു ടൈമിങ്ങിനനുസരിച്ച് റഹ്മാൻ സാറിൻ്റെ തന്നെ ഒരു ഉഗ്രം പാട്ട്, ലഗാനിന് ശേഷം എനിക്ക് വന്ന് ഇങ്ങനത്തെ പാട്ടുകളൊക്കെ ഇതിലാണ് വന്നിട്ടുള്ളത്. അങ്ങനത്തെ കറക്റ്റ് സോങ്ങും കിട്ടി. ഇതൊരു സിംഗറിന്റെ മാക്സിമം ടെസ്റ്റ് ചെയ്യുന്നൊരു പാട്ടാണ്. എബിലിറ്റീസ് കേപ്പബിലിറ്റീസ്. കാരണം ഇതിൽ നന്നായിട്ട് വോയിസിൽ കുറേ ഗിമിക്സ് ഉണ്ട്. പിന്നെ അതേ സമയത്ത് ഡൈനാമിക്സ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഇതെല്ലാം ഒരുമിച്ച് വന്ന ഏതെങ്കിലും ഒരു കാര്യം ഇതിൽ തെറ്റിപ്പോയാൽ ഈ പാട്ടില്ല. കാരണം ഒരേ ട്യൂൺ പല സ്ഥലത്തും പല രീതിയിലാണ് പാടിയിരിക്കുന്നത്. അതൊക്കെ മോള് എനിക്ക് തോന്നുന്നത് വളരെ ചലഞ്ചിങ്ങും വളരെ വളരെ സ്വീറ്റ് ആയിട്ടും തന്നെയാണ് ഇത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. മിക്ക സ്ഥലത്തും ശ്രുതി വാസ് ഓൾമോസ്റ്റ് ദെയർ. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ടുവേർഡ്സ് ദി എൻഡ്, സെക്കൻഡ് ഹാഫിൽ മോള് കുറച്ചൊന്ന് ടയേർഡ് ആവുന്ന മാതിരി തോന്നി. ബട്ട് അഗെയിൻ ദാറ്റ്സ് നോട്ട് എ ബിഗ് തിങ്. എനിക്ക് മോള് പാടിയത് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. വർഷനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻസ് അല്ലെങ്കിൽ തന്നെ വളരെ ഹൈ ആണ്. ഇപ്പൊ വേറെ എന്താണ്ടൊക്കെ ഒരു ലെവലിലേക്കാണ് വീണ്ടും പോകുന്നത്. അതുകൊണ്ട് ഐ എം വെരി ഹാപ്പി സൂപ്പർ സ്റ്റാർ ജൂനിയർ 4ന്റെ ഈ ഒരു സ്റ്റേജിൽ ഈ ഒരു കാലിബറിൽ പെർഫോം ചെയ്യാൻ പറ്റിയതിൽ. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. ആൻഡ് ഓഫ് കോഴ്സ് ഇങ്ങനത്തെ ഒരു സോങ് പാടുമ്പോൾ ഇതിന് എത്രമാത്രം ഇതിന്റെ ഗ്രൂമർ ജോലി എടുത്ത് കാണും എന്ന് ഊഹിച്ചു നോക്കിയാൽ അറിയാനേ ഉള്ളൂ. ഒരുപാട് താങ്ക്സ് പറയാനുണ്ട് ഗ്രൂമർ സാറോട്. യാ, അപ്പോൾ അതുകൊണ്ട് അരുൺ, താങ്ക് യു സോ മച്ച്. നമ്മളുടെ കണ്ടസ്റ്റന്റ് ഇങ്ങനെ ആക്കിയിരുന്നു. ഈ ഗ്രൂമർ മാത്രമല്ല, ഈ പാട്ട് ഇത്രയും ഹൈലൈറ്റ് ആവാൻ ഭംഗിയായിട്ട് ഒറിജിനൽ റെക്കോർഡ് കേൾക്കുന്ന മാതിരി തോന്നാൻ കാരണം ഇത്രയും ഫാന്റാസ്റ്റിക് മ്യൂസീഷ്യൻസ് കൂടെ ഇരുന്ന് വായിച്ചുകൊണ്ടും കൂടെയാണ്. അവർക്കും കൂടി ഒരു കൈയ്യടി. വർഷ, എന്തോ അപ്പൊ ശരി, എന്നാല് കാണാം. ഞാനിനിയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ വളരെ 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 ഹാപ്പിയാണ് വർഷ. വളരെ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഫാക്ടർ കണ്ടിട്ടുണ്ട് വർഷയിൽ. തുടക്കം മുതലേ തന്നെ വർഷ നമ്മൾ നോട്ട് ചെയ്തൊരു സിംഗറാണ്, നല്ല കാലിബറിലൊരു സിംഗറാണ്. പക്ഷെ വർഷാന്റെ ഈ ഒരു സെലക്ഷൻ ഓഫ് സോങ്, റഹ്മാൻ സാറിന്റെയും ശ്രേയ ഘോഷാലിന്റെയും ആ ഒരു കോമ്പിനേഷൻ, ഇറ്റ് വാസ് ലൈക്ക് റിയലി ഗുഡ്. ഈ ഒരു ഇത്രയും നല്ലൊരു സെലക്ഷൻ ഓഫ് സോങ് ആണ് വർഷ നടത്തിയിട്ടുള്ളത്. വർഷയുടെ ചേട്ടൻ വർഷയുടെ കഴിവ് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ ഒരു സെലക്ഷൻ നടത്തിയിട്ടുള്ളത്. വളരെ നന്നായിട്ടുണ്ട്. ആ ഇന്റർവ്യൂവിൽ പാടിയ ആ ട്രിൽസ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. റിയലി ഗുഡ് ആൻഡ് വേ ടു ഗോ ഗേൾ. ഓൾ ദി ബെസ്റ്റ്. ഹായ് വർഷമോളു ചേച്ചി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ചിരിച്ച് ഒരു ടെൻഷനും ഇല്ലാതെ പാടി. അത് മോക്ക് നന്നായിട്ട് പാടാൻ പറ്റുമെന്നുള്ള അത്ര ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അത്രയും കൂളായിട്ട് പാടിയത്. എന്തായാലും കേട്ടിരിക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ പ്രോഗ്രാം കാണുമ്പോൾ ഞാൻ നോട്ട് ചെയ്ത കുട്ടിയാണ് വർഷ. അപ്പോൾ എനിക്ക് വർഷയുടെ പെർഫോമൻസ് എന്തായാലും നിരാശപ്പെടുത്തിയില്ല. നല്ല എന്താ പറയുക, ഒത്തിരി ഇഷ്ടമായി. ഇനി മോൾ ഒത്തിരി നല്ല ലെവലിലേക്ക് പോട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. വർഷ, ഇനിയിപ്പൊ എന്താ പറയണ്ടേ? ടോട്ടലി ഹാപ്പി ആയല്ലേ? ഇത്ര പ്രശംസകളൊക്കെ കിട്ടുമെന്ന് പാടിയപ്പോ വിചാരിച്ചിരുന്നോ? ഇല്ല. ഓക്കെ, അപ്പൊ മാർക്സ് അറിയാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞങ്ങൾ. ദീപക് ഏട്ടാ, ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് കണ്ടാൽ 18.5-നേക്കാളും കുറച്ച് എങ്ങനെ കൊടുക്കാൻ തോന്നുന്നു? 18.5. 18.5 on 20. സായ മാക്സിമം കുറച്ചിട്ട് 18.5 എടുത്തു. 18.5 again. ശ്രുതി, ഫുൾ തരാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് ഒരു മാർക്ക് കുറച്ചിട്ട് 9 മാർക്ക്. So sweet. 9 on 10. അപ്പോൾ വാശിക്ക് ലഭിച്ചിരിക്കുന്ന ടോട്ടൽ മാർക്സ് എത്ര? 46. 46 on 50. നല്ലൊരു കൈഡി വാശിക്ക്. Congrats again. താങ്ക് യു. അപ്പൊ ഫസ്റ്റ് പെർഫോമൻസ് എന്തായാലും മോശമായില്ല ഫസ്റ്റ് സ്റ്റേജില് അല്ലേ? അപ്പൊ ഇനി മികച്ചു വരട്ടെ ഓരോ പെർഫോമൻസസും. അതിനായി പ്രാർത്ഥിക്കാം കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യു. താങ്ക് യു.
കൊച്ചുങ്ക ജ്വല്ലറി സൂപ്പർ സ്റ്റാർ ജൂനിയർ ഫൂ പവർഡ് ബൈ ബ്രിട്ടാനിയ ന്യൂട്രി ചോയ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ അടുത്ത ഗാനം ആലപിക്കുന്നതിനായ വേദിയിലേക്ക് എത്തുന്നു ഗ്രീഷ്മ. ഗ്രീഷ്മ, ഹായ് ചേച്ചി. ഗ്രീഷ്മയുടെ ഏത് പെർഫോമൻസ് ആണ് ഇന്ന് ഞങ്ങളെ കാത്തിരിക്കുന്നത്? ഫാൻസ് ചോയ്സ്. ഫാൻസ് ചോയ്സ്. ഗ്രീഷ്മയുടെ ഫാൻ ആരാണെന്ന് അറിയാൻ പ്രേക്ഷകർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ആരാണത്? വിളിക്കാം സ്റ്റേജിലേക്ക്. ഓക്കെ, ലെറ്റ്സ് വെൽക്കം ഗ്രീഷ്മയുടെ ഫാൻ. ഹലോ, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ ഫൂ ഫാമിലി. ഗ്രീഷ്മയുടെ വലിയൊരു ഫാൻ ആണെന്നാണ് ഞങ്ങൾ എല്ലാവരും കേട്ടിരിക്കുന്നത്. എന്താണ് പേര്, എവിടുന്ന് വരുന്നു, എന്റെ എങ്ങനെ ഗ്രീഷ്മയുടെ ഫാനായി, ഇതൊക്കെ അറിയാനാണ് ഞങ്ങൾക്ക് ആദ്യം ഏറ്റവും താല്പര്യം. എൻ്റെ പേര് ശിവദാസ് വെള്ളോലി, പാലക്കാടാണ് താമസം. ഗ്രീഷ്മയെ ചെറുപ്പം മുതൽ അറിയാം, 5ാം ക്ലാസ് മുതൽ. ബിക്കോസ് ഒരുപാട് സ്റ്റേജുകളിൽ എന്നോടൊപ്പം, ഞാൻ ഈവന്റ് പ്രൊമോട്ടർ കൂടിയാണ്. അതുകൊണ്ട് എല്ലാ ഷോസിനും ഞങ്ങളവിടെ ഒരു പാർക്കുണ്ട്, അതിൽ ഡെയിലി ഞാൻ എന്റർടൈൻമെന്റ്സ് ചെയ്യുമ്പോൾ ഗ്രീഷ്മയാണ് കൂടുതൽ കൂട്ടാറ്. ആക്ച്വലി ചെറുപ്പം മുതലേ ഞാൻ ഇവരെ ഇത് കൊണ്ടുവന്നു. ദെൻ ഇവർ ഓരോ പ്രോഗ്രാമിനും ഞാൻ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോ തന്നെ അങ്ങനെ ഫാനായി ഇപ്പൊ അമൃത സൂപ്പർ സ്റ്റാർ ജൂനിയർ 4 കൂടി കയറിയപ്പോ ശരിക്കും ഫാനായി. ഓക്കെ, അപ്പൊ ഗ്രീഷ്മയുടെ ഈ ഒരു വളർച്ചയില് സാറിനും ഒരു വളരെ വലിയ പങ്കുണ്ടായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരുപാട് സന്തോഷം എന്തായാലും ഇതുപോലെ ഗ്രീഷ്മ മോളെ സപ്പോർട്ട് ചെയ്യുന്നതില്. ഇന്നത്തെ ദിവസം നിങ്ങൾക്കായി വിട്ടു തന്നിരിക്കുന്നതാണ് അല്ലെ? അപ്പൊ ഗ്രീഷ്മയ്ക്ക് വേണ്ടി നല്ലൊരു പാട്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ഗ്രീഷ്മയുടെ വോയിസിനനുസരിച്ചുള്ള, അതായത് കാണുമ്പോൾ തന്നെ ഒരു ഹിന്ദി ലുക്ക് ഉണ്ട് അല്ലെ, ഒരു നോർത്ത് ഇന്ത്യൻ ലുക്ക്. അപ്പൊ അതിനോടനുബന്ധിച്ചാണ് ഞാൻ നമക് ഹലാൽ എന്ന ചിത്രത്തിലെ പഴയ ശശി കപൂർ സാറും അമിതാഭ് ബച്ചൻ സാറും അഭിനയിച്ച് അതിലെ ജവാനി ജാനമൻ ഷോസിനൊക്കെ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു പാട്ടാണത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോ ആ പാട്ട് സെലക്ട് ചെയ്തത് അല്ലേ? ഓ ഷുവർ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഗ്രീഷ്മ, എങ്ങനെ പാട്ട് കംഫർട്ടബിൾ ആണോ? എന്താണ് പറയാനുള്ളത് ഇദ്ദേഹത്തോട്? നന്ദി. നന്ദി മാത്രം. ചെറിയ നന്നായി പോയില്ലേ? വലിയൊരു നന്ദി. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് आवर പ്ലഷർ. ഒരു ഗിഫ്റ്റ് നൽകിക്കോളൂ, ഒട്ടും താമസിക്കണ്ട. എല്ലാവരും പെർമിഷനിൽ ഗ്രീഷ്മയ്ക്ക് ഇത് കൊടുക്കാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ വണ്ടർഫുൾ സോങ് സെലക്ഷൻ. ഇവിടെ എത്തി നമ്മുടെ കുഞ്ഞിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തതിൽ വളരെയധികം താങ്ക്സ്. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം എന്തായാലും ഗ്രീഷ്മയുടെ പെർഫോമൻസിലേക്ക് നമുക്ക് പോവാം. ലെറ്റ്സ് ഹാവ് എ ഷോർട്ട് ബ്രേക്ക് ഓൺ ചുങ്ക ജ്വല്ലറി സൂപ്പർ സ്റ്റാർ ജൂനിയർ ഫൂ പവർഡ് ബൈ ബ്രിട്ടാനിയ ന്യൂട്രി ചോയ്സ്.